CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള വികസന രേഖയിന്മേലുള്ള പൊതു ചർച്ച ഇന്നാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാമെന്നത് നിർദ്ദേശം മാത്രമെന്നും ആ സാധ്യതകൾ ആരായാം എന്ന് മാത്രമാണ് രേഖ പറയുന്നതെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം 24നോട്. നവകേരള രേഖ പാർട്ടിയുടെ നയമാറ്റമല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ 24നോട് പറഞ്ഞു. പൊതുമേഖലയെ അവഗണിക്കുന്നില്ല. പൊതുമേഖലയ്ക്ക് മതിയായ പരിഗണന കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്വകാര്യ മൂലധനം സ്വീകരിക്കത്തക്ക നിലയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. CPIM ഭരണം നടത്തുന്നത് അതിന്റെ ഒരു പരിപാടിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. ഗവൺമെന്റിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടുന്ന എല്ലാ നടപടിയും സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് മതിയായ സംരക്ഷണമാണ്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ വേണം, വരുമാനം, കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കണം. അതിനൊക്കെ സഹായകരമായ സമീപനമാണ് എടുത്തത്. അതൊരിക്കലും പൊതുമേഖലയ്ക്കെതിരല്ല. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നത് നമ്മുടെ ചില സന്ദർഭങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് പൊതുമേഖലയെ ദുർബലമാക്കാതെ ചെയ്തതാണ്. നിലവിലുള്ള പൊതുമേഖലയെയോ പൊതുമേഖലയ്ക്കുള്ള സാധ്യതയോ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ അങ്ങനെ ചെയ്യുന്നതിൽ തകരാറില്ല. അപ്പോൾ ഒരു തരത്തിലും പൊതുമേഖലയിൽ നടത്താൻ കഴിയാത്തതിനെ കുറിച്ച് മാത്രമേ ഇങ്ങനൊരു ഓപ്ഷനുള്ളൂ. അതങ്ങനെ ചെയ്യണമെന്നല്ല, അങ്ങനെ ആലോചിച്ചുകൂടെ എന്നൊരു ആശയം ചർച്ച ചെയ്യാണ്. ഇല്ല, തീരുമാനമില്ല. കൊല്ലം ബീച്ചിൽ നിന്ന് ആർ ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രത്യേകിച്ച് എങ്ങനെയൊക്കെയായിരിക്കും സമ്മേളനത്തിന്റെ പോക്ക്? ഗുഡ് മോർണിംഗ്. ഇന്ന് രണ്ട് പ്രധാന നടപടികളാണ് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ അജണ്ടയിലുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖയിന്മേലുള്ള പൊതുചർച്ച. അതിനുശേഷം ഇന്നലെ നടന്ന പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് CPIMന്റെ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി. ഈ രണ്ട് പ്രധാന അജണ്ടകളാണ് ഇന്ന് CPI സംസ്ഥാന സമ്മേളനത്തിൽ വരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നവകേരള രേഖയിന്മേലുള്ള ചർച്ചയാണ്. നവകേരള രേഖയിന്മേലുള്ള ചർച്ചയെ ഇത്രയും പ്രാധാന്യത്തോടെ ഉറ്റുനോക്കാൻ കാരണം രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞു. അതിലൊന്ന്, വികസന പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സെസ്സും യൂസർ ഫീയും ഈടാക്കാനുള്ള ഈ രേഖയിലെ നിർദ്ദേശമാണ്. മറ്റൊന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാനുള്ള നിർദ്ദേശവും. ഇനി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിനുള്ള താല്പര്യം ഉള്ള ആളുകൾ ലഭിക്കുന്നില്ലെങ്കിൽ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആരെങ്കിലും താല്പര്യപൂർവ്വം മുന്നോട്ട് വരുന്നവർക്ക് ഈ കാര്യത്തിൽ കർശനമായ കരാറുകളോടുകൂടി ഈ സ്ഥാപനങ്ങൾ വിട്ടു നൽകാം എന്നത് ഈ രണ്ട് നിർദ്ദേശങ്ങളാണ്. നേരത്തെ CPIM എതിർത്തു പോന്നിരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും പൊതു സ്വകാര്യ പങ്കാളിത്തത്തെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റഴിക്കലിനെയും സ്വകാര്യവൽക്കരണത്തെയും ഒക്കെ ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് CPIM. ഇന്നലെയും CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പൊതുമേഖലാ സംരക്ഷണം സംബന്ധിച്ചൊരു പ്രമേയം പാസാക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ഈ നിർദ്ദേശത്തോട് പ്രതിനിധികൾ എങ്ങനെ പ്രതികരിക്കുമെന്നത് ഈ ചർച്ചയിൽ അറിയാം. ഏതാണ്ട് 5.5 മണിക്കൂർ നീളുന്ന ചർച്ചയാണ് നവകേരള രേഖയിന്മേൽ നിശ്ചയിച്ചിട്ടുള്ളത്. ആ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നു വരും. ഈ ചർച്ചയ്ക്ക്, അതായത് നവകേരള രേഖയിന്മേലുള്ള ചർച്ചയ്ക്ക് നാളെ രാവിലെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഇന്ന് വൈകുന്നേരം ഇന്നലെ നടന്ന പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ദേശീയ ഘടകത്തിന് ചുമതലയുള്ള പ്രകാശ് കാരാട്ടും സംസ്ഥാന ഘടകത്തിന് ചുമതലയുള്ള MV ഗോവിന്ദനുമാണ് മറുപടി നൽകാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.